ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു പ്രത്യേക ഏജിൽ മാത്രം ഉണ്ടാകുന്ന രോഗമെന്ന് പറയാൻ പറ്റില്ല. ഈ കാലഘട്ടത്തിൽ ജുവനൽ ഗ്ലോക്കോമയും കൺജനൈറ്റൽ ഗ്ലോക്കോമയും എല്ലാം ഉണ്ട്. പക്ഷേ ആ രോഗത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ അത് ബ്ലൈൻഡ്നെസ്സിലേക്ക് ലീഡ് ചെയ്യാവുന്ന രോഗമാണ്. ഇറ്റ് മേ ലീഡ് ടു ബ്ലൈൻഡ്നെസ് ഇഫ് നോട്ട് ട്രീറ്റഡ് ഓർ ഹാൻഡിൽഡ് ഇൻ ടൈം കറക്റ്റ്ലി. അപ്പോൾ അതാണ് അതിൻ്റെ റിസ്ക്. അപ്പോൾ അവിടെ ഏജിനൊരു പ്രാധാന്യമുണ്ട്. ഏജ് ആകുന്തോറും റിസ്ക് കൂടി വരും. അതൊരു 60+ എന്ന് പറഞ്ഞ പേഷ്യൻറ്റിൽ ഗ്ലോക്കോമ വരുന്ന സമയത്ത് അതിലെ ട്രീറ്റ്മെൻറ്റിന് ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സിന് ചിലപ്പോൾ ചില റെസ്ട്രിക്ഷൻസ് വരും. അതാണ് റിസ്കിനുള്ള ഒരു കാരണം. രണ്ടാമത് മറ്റെന്തെങ്കിലും രോഗങ്ങളും കൂടി ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഇത്തരം രോഗങ്ങളുണ്ടെങ്കിൽ അവരിൽ ഗ്ലോക്കോമ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സിസ്റ്റമിക് ഡിസീസിൻ്റെ ഒരു ഓഫ്താൽമിക് കോംപ്ലിക്കേഷൻ ആയിട്ട് പോലും ഗ്ലോക്കോമ വരുന്നുണ്ട്. അപ്പം അത്തരം രോഗങ്ങളിൽ ഈ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സിസ്റ്റമിക് ഡിസീസിനെ കൈകാര്യം ചെയ്യാതെ ഗ്ലോക്കോമ മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ ചില ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സിന് തന്നെ ചില റെസ്ട്രിക്ഷൻസ് വരും. അപ്പോൾ അതാണ് അത്തരം ഗ്ലോക്കോമ ചികിത്സയ്ക്ക് ഉണ്ടാകുന്ന ചില റിസ്ക് ഫാക്ടേഴ്സ്. പക്ഷേ അത് ഓവർകം ചെയ്യാനുള്ള മെത്തേഡ്സും ആയുർവേദത്തിലുണ്ട്.